ശ്രീമന്നാരായണീയം ദശകം 2 ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും. ശ്ലോകം 5. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ലക്ഷ്മീസ്താവകരാമണീയഗഹൃദൈവേയം പരേക്ഷ്വസ്തിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. ഏതോധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദേദ പ്രസ്താവദത്താദരാ. കഴിഞ്ഞ ശ്ലോകത്തില് ലക്ഷ്മി ദേവിയെ കുറിച്ച്, സമ്പദ് സ്വരൂപിണിയായ ലക്ഷ്മി ദേവി ഭഗവാനില് കൂടുതൽ അനുരക്തിയായിട്ട് ഇരിക്കുന്നത് കാരണം ഭഗവാന്റെ മാറിടത്തിലാണ് ലക്ഷ്മി ദേവിയുടെ വാസം. അതുകൊണ്ട് തന്നെ അവള് ഭക്തന്മാരുടെ അടുത്ത് പോലും അധികം താമസിക്കാറില്ല. നെന്തിരുവടിയുടെ ആ രൂപലാവണ്യത്തില് അതുകൊണ്ട് ലക്ഷ്മി ദേവിക്കുണ്ടായ ആ അനുരാഗത്തിന്റെ ഉറപ്പ് ചാബല്യമില്ലായ്മയുടെ ഒരു ശക്തി മൂലം ഇവിടെ ചപലയാണ്, സ്ഥിരമാണ് ഭഗവാന്റെ അടുത്ത്. മറ്റുള്ളവർക്ക് എങ്ങും പോയി സ്ഥിരമായിട്ട് നിൽക്കുകയില്ല. ഇവിടെ ചപലയാണ് എന്നൊരു അപവാദം ഉണ്ടായി എന്ന് പറയാണ്. ഇനി ഹേ ലക്ഷ്മീപതി, അല്ലേ ശ്രീവല്ലഭ ഭഗവാനെ ഗുരുവായൂരപ്പ, ഇയം ലക്ഷ്മി, ഈ ലക്ഷ്മി താവക രാമണീയക, താവക അങ്ങയുടെ ആ രാമണീയക ഹൃദ, സൗന്ദര്യം അപഹരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയ. ഇവിടെ ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് തന്നെയാണ് ഭഗവാന്റെ ആ സൗന്ദര്യത്താൽ ഇവിടെ അപഹരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവളാണ് ലക്ഷ്മി ദേവി. അങ്ങനെയുള്ള ലക്ഷ്മി ദേവി പരേഷു അസ്ഥിര, മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത്. ഇതി അസ്മിൻ, ഇതി ഇവിടെ എന്നതിന്, ഈ കാര്യത്തില്, ഇതി അസ്മിൻ ഈ കാര്യത്തില്, അന്യത് പ്രമാണം അഭി, ഇനി ഒരു പ്രമാണം കൂടി ഞാൻ പറയാം എന്ന് പറയാണ്. ഇവിടെ ഞാനിപ്പോൾ പറയാം എന്ന് പറയാണ്. അധുനാ വക്ഷ്യാമി, ഞാനിപ്പോൾ പറയാം. മറ്റുള്ളവരിലൊന്നും ഉറച്ചു നിൽക്കാത്തതിന് ഒരു കാരണം കൂടി പറയാം, ഒരു പ്രമാണം കൂടി പറയാം. ഏ ജന, ഏതാളുകൾ ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്ത, ത്വധ്യാന നെന്തിരുവടിയുടെ ധ്യാനത്തിലും ഗുണാനുകീർത്തന രസാസക്ത, അവിടുത്തെ ഗുണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലുമുള്ള രസം കൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരായിട്ടിരിക്കുന്നുവോ. ഹി ഭക്ത, ഭഗവാന്റെ ഭക്തന്മാരായിട്ടിരിക്കുന്നുവോ. തേഷു, അവരിൽ, ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുകയും ഭഗവത് കീർത്തനങ്ങള് ഗുണങ്ങൾ പാടിപ്പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭഗവത് ഭക്തന്മാരില്, തേഷു അവരില്, ഏഷ ഇവൾ, ഈ മഹാലക്ഷ്മി, ദൈതപ്രസ്താവ ദത്താദര, പ്രിയതമനായ ഭഗവാന്റെ ആ കഥകളെല്ലാം കേൾക്കുവാൻ വേണ്ടിയിട്ട് അതിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കുന്നവളായിട്ട്
സ്ഥിരായേവ വസതി, വിട്ടുപിരിയാതെ പറ്റിക്കൂടുന്നു. ഭഗവാന്റെ കഥകൾ എവിടെ പറയുന്നുണ്ടോ അവിടെയെല്ലാം മഹാലക്ഷ്മിക്ക് അത് കേൾക്കാനുള്ള ആ ഇഷ്ടം കൊണ്ട് അവിടെ മഹാലക്ഷ്മി നിൽക്കും. അപ്പോൾ ഭഗവത് ഭക്തന്മാരുടെ ആ ധ്യാനത്തിലും, എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ധ്യാനത്തിലും അവിടുത്തെ ഗുണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലുള്ള രസം കൊണ്ട് അവിടുത്തെ ഭക്തന്മാരായിരിക്കുന്നവരുടെ അടുത്ത് ലക്ഷ്മി ഭഗവതി ഇതെല്ലാം തൻ്റെ പ്രിയതമൻ്റെ കഥകൾ കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് പറ്റിക്കൂടി അങ്ങനെ നിൽക്കും എന്ന് പറയുകയാണ് ഇവിടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.